ബ്രോ തമ്മിൽ കണ്ടല്ലോ ചളി കമൻസ് ഇട്ട് വീഡിയോ വൃത്തിയേടാക്കരുത്. മറിച്ച് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാർക്കോ ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്പോർട്സ് ബ്രാ ധരിക്കേണ്ട ആവശ്യമുണ്ടോ? ഷോർട്ട് ആൻസർ പറയുകയാണെങ്കിൽ യെസ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെ അറിയാം, അവർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ കപ്പ് സൈസ് ചെറുതോ വലുതോ ആവട്ടെ, അവരുടെ ബ്രസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും എന്ത് വൃത്തികേടായി ഇരുന്ന് പറയുന്നതെന്ന്, അല്ലേ? പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രസ്റ്റ് മൂവ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് സാഗിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിന് മസിൽസ് ഒന്നുമില്ല. അത് കുപ്പർ ലിഗ്മെൻറ്റ്സ് എന്ന് പറയുന്ന കുറച്ച് ലിഗ്മെൻറ്റ്സ് ആണ് അതിന് ആ ഒരു സൈസും ഷേപ്പും കൊടുക്കുന്നത്. കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഇതുപോലത്തെ എക്സസൈസ് കൊണ്ടൊക്കെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവാനും ബ്രസ്റ്റ് സാഗിങ്ങിനും ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിന് പകരം ഒരു സ്പോർട്സ് ബ്രാ ഇട്ടിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്പോർട്സ് ബ്രാ ഇടുമ്പോൾ ആ മൂവ്മെൻറ്റ്സ് ഒരു പരിധി വരെ തടയാൻ സാധിക്കുകയും അങ്ങനെ പെട്ടെന്നൊന്നും സാഗിങ് ഒന്നും വരത്തില്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, കുറച്ച് പേർക്കെങ്കിലും അറിയാം, അവരിപ്പോൾ സാധാരണ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കുള്ള സ്പോർട്സ് ബ്രാ ധരിക്കത്തില്ലായിരിക്കും. അവർ ചിലപ്പോൾ ഒരു ടീഷർട്ട് സൈസ് ബ്രായൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ പെയിൻ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തടയാനും അത് ആ ഒരു പെയിൻ വരാതിരിക്കാനും നിങ്ങൾ സ്പോർട്സ് ബ്രാ എന്തായാലും ധരിക്കണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സ്ത്രീകൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ സാധാരണ ഒരു ടീഷർട്ട് ബ്രായൊക്കെ ഇട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്ര ഡിസ്കംഫർട്ടാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിസ്കംഫർട്ട് ഒഴിവാക്കാനും ഈ സ്പോർട്സ് ബ്രാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി സ്പോർട്സ് ബ്രാ മേടിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധാരണ ബ്രാ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്പോർട്സ് ബ്രാ ഇച്ചിരിയുടെ ടൈറ്റ് ആയിരിക്കും. അതായത് ഈ സ്പോർട്സ് ബ്രായുടെ കപ്പും ആ ബാൻഡും നല്ല കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. കറക്റ്റ് ഫിറ്റ് ആയിരുന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് എന്താ പറയുക, ഈ ബ്രസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അത് ആ ഒരു പൊസിഷനിൽ തന്നെ അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് കരുതി ഭയങ്കര ടൈറ്റായി നോക്കി എടുക്കണമെന്നില്ല. കറക്റ്റ് സൈസിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നോക്കി വേണം എടുക്കാൻ. അപ്പോൾ നിങ്ങൾ റെഗുലർ ബ്രായിനെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ അത് ഇച്ചിരി കൂടെ ഒരു ബോഡി ആയിട്ട് ഇച്ചിരി കൂടെ ഒന്ന് എന്താ പറയുക സ്റ്റിക്കായിട്ടിരിക്കുന്ന ഒരു ഫോം ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സ്പോർട്സ് ബ്രാ മേടിക്കുമ്പോൾ ഇപ്പം അത് കൂടുതൽ ടൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രസ്റ്റ് ഇവിടെ ബൾജ് ചെയ്ത് വരും ആ സ്പോർട്സ് ബ്രായിൽ കൂടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബ്രായിലോട്ട് എടുക്കരുത്. ഇച്ചിരിൻ്റെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത് നോക്കി വേണം എടുക്കാൻ. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ നല്ല വലിയ ഇൻറ്റൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടാനൊക്കെ പോകുന്നുള്ളൂ, അതിന് ഈ ടീഷർട്ട്സ് ബ്രായൊക്കെ മതിയെന്ന്. ചെറിയ വർക്കൗട്ട് ആവട്ടെ വലിയ വർക്കൗട്ട് ആവട്ടെ സ്പോർട്സ് ബ്രാ എന്തായാലും ധരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ വരും. നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് നമ്മുടെ ബോഡിക്ക് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരുത്തിയേക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ എന്താ പറയുക, മറ്റുള്ള സാധനങ്ങൾ മേടിക്കാൻ പൈസ ചിലവാക്കുന്ന പോലെ തന്നെ, അതായത് ഇപ്പോൾ മേക്കപ്പിനൊക്കെ സ്ത്രീകൾ ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അതിനൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ഒരു നല്ല സ്പോർട്സ് ബ്രായിലും അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട് സ്പോർട്സ് ബ്രായ്ക്ക്. നിങ്ങൾക്ക് അറിയായിരിക്കും, നല്ല അത്യാവശ്യം നാട്ടിലൊക്കെ നല്ല വിലയുണ്ട് നമ്മളൊരു നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ പോകുമ്പോൾ. അപ്പോൾ അതിലും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇനി മുതൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാവരും സ്പോർട്സ് ബ്രാ ധരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.